കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം. സംസ്ഥാന സർക്കാർ കൊട്ടിഘോഷിച്ച് കൊണ്ടുവന്ന പദ്ധതിയാണ് കെ ഫോൺ. എന്നാൽ പദ്ധതി ക്ലച്ച് പിടിക്കാതെ പാളിയിരിക്കുകയാണ്. പ്രതീക്ഷിച്ചത്ര വരുമാനം ലഭിക്കാതെ വന്നതോടെ കിഫ്ബി വായ്പ തിരിച്ചടയ്ക്കാൻ മൊറട്ടോറിയം ചോദിച്ച് കെ ഫോൺ 100 കോടി രൂപ വീതമുള്ള വാർഷിക ഗഡു 2024 മുതൽ അടച്ചു തുടങ്ങേണ്ടിയിരുന്നെങ്കിലും കഴിയാത്തതിനാൽ സമയം നീട്ടി നൽകുകയായിരുന്നു. ഈ വർഷം അടച്ചു തുടങ്ങണമെന്ന കിഫ്ബിയുടെ ആവശ്യത്തോടാണ് അടുത്ത സാമ്പത്തിക വർഷം വരെ മൊറട്ടോറിയം നൽകണമെന്ന് കെ ഫോൺ അഭ്യർത്ഥിച്ചത്. 7 വാർഷിക ഗഡുക്കൾ എന്നത് 15 ഗഡുക്കളാക്കണമെന്നും ആവശ്യപ്പെട്ടു. കിഫ്ബി മറുപടി നൽകിയിട്ടില്ല. 2023 ജൂണിൽ ഉദ്ഘാടനം ചെയ്ത കെ ഫോൺ 2024 ഫെബ്രുവരിയിലാണ് പ്രവർത്തനം ആരംഭിച്ചത്. 1061 കോടി രൂപയുടെ വായ്പയ്ക്ക് കിഫ്ബി അംഗീകാരം നൽകിയെങ്കിലും ചെലവ് ചുരുക്കിയതിനാൽ 700 കോടി രൂപ മാത്രമാണ് കൈപ്പറ്റിയത്. 2024-25 350 കോടി രൂപ വരുമാനം പ്രതീക്ഷിച്ച കെ ഫോണിന് നേടാനായത് 51 കോടി രൂപ മാത്രമാണ്. ഇതിൽ സർക്കാർ സ്ഥാപനങ്ങളും സ്കൂളുകളും നൽകേണ്ട 33 കോടി കുടിശ്ശികയാണ്. ഫലത്തിൽ കയ്യിൽ കിട്ടിയത് 18 കോടി മാത്രം. ഈ സാമ്പത്തിക വർഷം 230 കോടി രൂപയുടെ വരുമാനം ലക്ഷ്യമിടുന്നതായി കെ ഫോൺ പറയുന്നുണ്ട്. ഗാർഹിക വാണിജ്യ കണക്ഷനുകളുടെ എണ്ണം ദ്രുതഗതിയിൽ വർദ്ധിക്കുന്നുണ്ടെങ്കിലും പ്രതീക്ഷിച്ച വരുമാനം ലഭിക്കുന്നില്ലെന്നാണ് കെ ഫോൺ നേരിടുന്ന വെല്ലുവിളി. 14,000 BPL കുടുംബങ്ങൾക്ക് പ്രഖ്യാപിച്ച സൗജന്യ കണക്ഷൻ ഇപ്പോഴും പകുതി പിന്നിട്ടതേയുള്ളൂ. ഒടുവിലത്തെ കണക്ക് പ്രകാരം 7,845 മാത്രം. ഈ സാമ്പത്തിക വർഷത്തെ ബജറ്റിൽ പ്രഖ്യാപിച്ച 60 കോടി രൂപ ഉപയോഗിച്ച് 70,000 BPL കുടുംബങ്ങൾക്ക് സൗജന്യ കണക്ഷൻ നൽകുമെന്നാണ് ഇപ്പോഴത്തെ വാഗ്ദാനം. കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.